അശിക ഉമ്മ വിളിച്ചിരുന്നു ഉമ്മന്റെ കൂടെ ടൗണിൽ ഡ്രസ്സ് എടുക്കാൻ പോവെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ നിന്നെ ബസ് സ്റ്റോപ്പിലാക്കി തരുമോ? എനിക്ക് ഇവിടെ 100 പണിയുണ്ട്. അന്റെ അപ്പുറം വരല്ല. അങ്ക് ഒറ്റക്ക് പോയിക്കൂടെ? എന്ത് എന്നെ വിളിക്കുന്നത്? കുറെ നടക്കാണ്ട് അശിക, ഓട്ടോ ഇട്ട് കിട്ടേയില്ല. പിന്നെ അതുമല്ല എനിക്ക് ഒറ്റ കാർ റോഡിലൂടെ പോകാനൊരു പേടിയാ. എന്ത് പേടി ബാ? ഒറ്റക്ക് പോയി പിന്നെ അതൊക്കെ ഒരു ശീലായിക്കോളും. എടി ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ നല്ല ഓഫർ ഉണ്ട്. ഞാൻ 2-3 ഡ്രസ്സൊക്കെ വാങ്ങിപ്പിച്ചു ഹസ്ബൻഡിനെ കൊണ്ട്. ഇനി വേണമെങ്കിൽ വേഗം പോയി ബുക്ക് ചെയ്തു. ആണോ? ഞാനും കുറെ ആയി വിചാരിക്കുന്നത് 2 കുർത്തി വാങ്ങിക്കണമെന്ന്. അതായിട്ട് ആഷിക വന്നിട്ട് ആഷികനെ കൊണ്ട് വാങ്ങിപ്പിക്കണം. ആ ശരിയടി. ആ ഓക്കെ, ഞാൻ വിളിക്കാം നാല്. ഇനി ഇവിടെ ഇരിക്കണ്ടോ? എടി ഇനി തണുത്ത എന്തെങ്കിലും ജ്യൂസ് അടിക്കുന്ന ചെയ്യണം. നല്ല ദാഹമുണ്ട്. അത് ഞാൻ ചെയ്തുതരാം. ആഷിക, ഫ്ലിപ്കാർട്ടിൽ നല്ല ഓഫർ ഉണ്ടോ അല്ലേ? എനിക്ക് 2 കുർത്തി ബുക്ക് ചെയ്ത് തരുമോ? എന്റെ ഇപ്പൊ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡ്രസ്സ് നോക്കി ബുക്ക് ചെയ്യാൻ പോലും നമുക്ക് അറിയില്ലേ? ഞാൻ ഇതിന് മുന്നൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, എനിക്ക് എങ്ങനെയാന്ന് അറിയൂല. നിന്റെ തലയിലേത്ത് ഇതേമാതിരി ഒരു മന്ദബുദ്ധിനായപ്പോലും ഞാൻ കെട്ടിയത്. വല്ല യൂട്യൂബിന്റെ വീഡിയോ ഒക്കെ നോക്കി പഠിച്ചിട്ട് ബുക്ക് ചെയ്തോ? ആഷിക, നിങ്ങൾ എവിടെ ഉള്ളേ? നിങ്ങൾ എപ്പോഴാ വരാ? ഞാൻ പുറത്താടി ഉള്ളേ. ഞാൻ കുറച്ച് ലേറ്റ് ആവും വരാൻ. ആണോ? എന്നാ ഞാൻ ഈ രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കാം. എന്താ, ചിക്കൻ വേണോ അല്ലെങ്കിൽ മീൻ കറി വെക്കണോ? എന്റെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ. എന്തിനല്ല എന്നെ വിളിച്ച് ചോദിക്കുന്നത്? അല്ല, അത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടേനു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞ ഞാൻ ഉണ്ടാക്കാം. നീ എന്തേ ഉണ്ടാക്കി കഴിച്ച ഇപ്പാ? ഞാൻ ലേറ്റ് ആവും വരാന്. സാറില്ല, നിങ്ങൾ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം. നിങ്ങൾ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നമുക്ക് പറഞ്ഞാൽ മനസ്സിലായത് 100 പ്രാവശ്യം ഒരു കാര്യം തന്നെ പറയണോ? ഒന്ന് വെച്ചപ്പോ ഒരു സമാധാനം തരില്ല. ഹലോ അപ്പ. എവിടാണ് മോളെ ഈ? എന്റെ ഒരു വിവരം ഇല്ലല്ലോ. സുഖാണോ അങ്ക്? എന്തേ സംസാരത്തിന് സുഖമില്ലല്ലോ? എന്തേ പ്രശ്നം അങ്ക്? ഒന്നുമില്ല അപ്പ. പറയ്, എന്തേ പറയ്. വാപ്പല്ലേ ചോദിക്കുന്നേ? ഞാൻ അവിടെ ഒറ്റപ്പെട്ട മാതിരിയാണ് വാപ്പ. ആഷിക്കാക്ക് പറ്റിയ ഒരാളല്ല ഞാൻ. എപ്പോഴും പരാതിയൊക്കെ പറയാനുള്ളൂ. ഞാൻ ബാക്കിയുള്ള പെൺകുട്ടികളെ മാതിരി അല്ല പോലും. എനിക്കൊന്നും അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് മതിയായി വാപ്പ. മോളെന്തിനാ പേടിക്കുന്നത്? മോൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് പോരി. വാപ്പല്ലേ ഇവിടെ? വാപ്പുള്ളിടത്തോളം കാലം മോളെ ഞാൻ നോക്കിക്കോളും. ഞാൻ വേണമെങ്കിൽ ആശ്രനെ വിളിച്ചൊന്ന് സംസാരിക്കണോ? വേണ്ട വാപ്പ, ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ ഇപ്പത്തെ കാലത്ത് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അതിനുള്ള ഫെസിലിറ്റീസും ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങൾ മുമ്പ് തന്നെ ഇല്ലേ? കളിയാക്കുന്ന മുമ്പിൽ തോറ്റെടുക്കല്ലേ വേണ്ടത്, ജയിച്ച് കാണിക്കാൻ വേണ്ടി. അല്ല, ഇതെന്താ കമ്പ്യൂട്ടർ തോന്നിട്ട് ഇങ്ങനെ എന്താക്കാണ്? അത് ഞാൻ കുറച്ച് കമ്പനീസിന് CV അയക്കായിരുന്നു ജോബിന് വേണ്ടിയിട്ട്. CV യോ? എനിക്ക് അതിന് CV ഒക്കെ അയക്കാൻ അറിയോ? മാറി, ഞാൻ നോക്കാം. വേണ്ട, ഞാനത് 2-3 കമ്പനീസിന് ഓൾറെഡി അയച്ചു. ഗെയിം കളിക്കാൻ മാത്രം ലാപ്പ് തുറക്കുന്ന നമുക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ? നീ അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാനത് ഫ്രണ്ട് ത്രൂ പഠിച്ച്. ഇപ്പൊ എനിക്കറിയാം അത്യാവശ്യമല്ലോ. എടി CV ഉണ്ടാക്കലും അയക്കലും ഒന്നും തമാശകളില്ല. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ റിജക്ട് ചെയ്യും. മാറി, ഞാനും നോക്കിയിട്ട് ശരിയായി തരാം. വേണ്ട വേണ്ട, എല്ലാം റെഡിയാണ്. അല്ല, ഇതായിരുന്ന വണ്ടി? അതിന്റെ കസിൻ ഇല്ലേ, ഓൻ ഗൾഫിൽ പോയപ്പോ ഓന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത് 2-3 ദിവസത്തേക്ക്. അതിന് ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ലല്ലോ. പിന്നെ എങ്ങനെ പഠിച്ച്? വണ്ടി ഓടിക്കാൻ അറിയില്ലേനു, പക്ഷെ ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കില്ലേനു. അപ്പൊ വാപ്പ പഠിപ്പിച്ചെന്ന്. എന്റെ ഇവ എന്തിനാ വാപ്പനൊക്കെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നത്? ഞാൻ പഠിപ്പിച്ചില്ല. എന്നോട് ഒരു വാക്കൊക്കെ പറഞ്ഞുകൂടായിരുന്നോ? അതിന്റെ ആവശ്യമില്ല അഷിക, നിങ്ങളല്ലേ പറയല്ലേ നിങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്ന്. അതിനോണ്ട് ഞാൻ വാപ്പന്റെ അടുത്ത് നിന്ന് പഠിച്ചു. എന്താ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചേ? അത് ഞാൻ കല്യാണത്തിനൊക്കെ ഇടാൻ വാങ്ങിച്ച. അതിന് നമ്മൾ ഒരുമിച്ച് പറ്റില്ല എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കല്. പക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലേനല്ലോ. നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിക്കണേ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്റെ കൂടെ ഡ്രസ്സ് വാങ്ങിക്കാൻ വരുവാണെന്ന്. എന്നാലും അങ്കിനോടൊന്ന് പറഞ്ഞൂടാനോ? അതൊന്നും പ്രശ്നമല്ല, ഇത് ഞാൻ ഒറ്റക്ക് അങ്ങ് പോയി എടുത്ത്. അതാകുമ്പോ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എന്റെ ഇഷ്ടത്തിനല്ലാണ്ട് ഇന്ന് വരെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും നിങ്ങളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്ന ഇഷ്ടമല്ലല്ലോ. അതിനോട് ഇപ്രാവശ്യം എന്റെ ഇഷ്ടത്തിന് എടുത്ത്. ഇപ്പാ, ഞാൻ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടില്ലേ? ഇനി എന്താക്കുന്ന അറിയുന്ന ഉച്ചക്ക് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. അതിന് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഓൾറെഡി ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കാനോ? അതിന് എനിക്കിഷ്ടമുള്ള എന്താണോ ഞാൻ പറയുന്നില്ലെങ്കിൽ ഉണ്ടായി തരില്ലെങ്കിൽ? ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? അതിനോട് ഞാൻ നിന്റെ ഇഷ്ടത്തിന് നെയ്ച്ചോറും കുറുമ ഉണ്ടാക്കി. എന്നാ പ്രശ്നമില്ല. ഫുഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. നിങ്ങൾ പോയി കഴിച്ചോ, എന്നെ കാത്തിക്കണ്ട. ഞാൻ നേരത്തെ വിശത്തപ്പോ ഞാൻ കഴിച്ചു.
അല്ല ഇതങ്ങോട്ടാ മാറ്റിയിട്ട് ഇങ്ങോട്ടേ പോവാൻ നിൽക്കണം. ആഷിക, ഞാൻ അടുത്ത് പറയാൻ നിൽക്കുന്നു. ഞാൻ 2 ദിവസം അങ്ങ് നിൽക്കാൻ പോവാണേ. അതിന് എനിക്ക് ഫ്രീ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കലുള്ളൂ. എല്ലാ പ്രാവശ്യം ഓരോരുത്തർ ലീവൊക്കെ കാത്ത് നിൽക്കാൻ പറ്റുമോ? ഉമ്മന്റെയും വാപ്പന്റെയും കൂടെ 2 ദിവസം നിൽക്കാൻ ഒരു പൂതി, അതുകൊണ്ട് പോവാ. എന്നാൽ ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരണേ വീട്ടിലേക്ക്. വേണ്ട വേണ്ട, വാപ്പ ഇതായിട്ട് ടൗണിൽ പോയിക്കണ്. ആ വരുന്ന വഴിക്ക് എന്നെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞിക്ക്. ഇപ്പൊ എനിക്ക് ലീവ് ഉണ്ടാവില്ല, എനിക്ക് അവിടേക്ക് വരാനും പറ്റൂല കേട്ടോ. അത് സാരില്ല, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ വന്നാൽ മതി, ഇല്ലേ പ്രശ്നമൊന്നുമില്ല. ആ എത്തിയോ അപ്പാ? ഞാനതപ്പ താഴോട്ട് വരെ. എന്നാ ശരി ആഷിക, ഞാൻ പോയാലേ. എന്തെങ്കിലും വിളിച്ചോ. നല്ല തലവേന. ഇപ്പൊ ഒരു ഗ്ലാസ് ചായ കഴിക്കാനൊന്നുമില്ലല്ലോ. എത്ര ദിവസം ഹോട്ടലിൽ പോയി കഴിക്കുക, ഇങ്ങനെ പയൊക്കെ കഴിക്കുക. ഹോളിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിയില്ലേ. ഡ്രസ്സൊന്നും അലക്കിയില്ല, ഇസ്തിരി ഇട്ടില്ല. ഇവിടെ എന്താ ഫോൺ എടുക്കാത്ത? ഹലോ. ആ, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നേ, നീ എവിടെയിനു? ഞാൻ കുറച്ച് പണിയില്ലേനു. നിങ്ങൾ എന്തേ വിളിച്ചേ? ഒന്നുമില്ലടി, ഞാൻ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്തോ അന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഞങ്ങൾ വിളിക്കാം. ഇവിടെ എന്റെ കസിൻസ് ഒക്കെ വന്നിക്ക്. ഞാൻ ഒന്ന് കുറച്ച് ഓരോരുത്ത് പോയി ഇരിക്കട്ടെ. വെക്കല്ലേ കുറച്ചു കൂടി സംസാരിക്കാം. എന്ത് പറ്റി? സാധാരണ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് പോലും നിങ്ങൾക്ക് എന്റെ അടുത്ത് സംസാരിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനൊന്നുമില്ല, എന്തോ സംസാരിക്കണം തോന്നി. ഞാൻ അങ്ങനെ വിളിക്കാം. ഞാൻ കുറച്ച് ബിസിയില്ല. എന്നാ ശരിയേ. ആടാ പറയടാ. എടാ നമുക്ക് ലോങ് ട്രിപ്പ് അടിച്ചാലോ? വൈഫ് വീട്ടില്ല, കിട്ടിയ സമയമാണ്, എല്ലാവരെയും വിളിക്കുകയും ചെയ്യാം. എന്താ എൻ്റെ അഭിപ്രായം? ട്രിപ്പോ? ഞാനിപ്പോൾ അതിനെ പറ്റിയൊരു മൂഡിലില്ലടാ. അതെന്ത് പറ്റി? ഒന്നുമില്ല. എന്ത് പറ്റിയടാ ഫോൺ കട്ട് ചെയ്ത്? അത് വൈഫ് ഇങ്ങനെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടേ നിൽക്കാണ്. ഫോൺ എടുത്തില്ലേ പിന്നെയും ഇങ്ങനെ വിളിക്കും, അതുകൊണ്ടൊന്ന് എടുത്താണ്. അത് ഓളെന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കാതിരിക്കടാ. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായില്ലേ ഉള്ളൂ. ഇനി ഓളെ വിളിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. അതൊരു പ്രത്യേക ടൈപ്പാടാ. ഇങ്ങനെ ഓരോ കാര്യത്തിൽ ഇന്നെ വിളിച്ച് ഇങ്ങനെ അഭിപ്രായം ചോദിച്ചുകൊണ്ടേ നിൽക്കും. എനിക്കാണെങ്കിൽ ദേഷ്യം വരികയും ചെയ്യും. ഇങ്ങനൊന്നും പറയില്ലടാ. നമ്മളല്ലാണ്ട് ഓൾക്ക് വേറെ ആരാ ഉള്ളത്? ഇപ്പം അതൊക്കെ ശല്യമായി തോന്നുന്നു, പക്ഷേ അത് മിസ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക് അതിൻ്റെ ഒരു വേദന. നമുക്ക് ഓല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലടാ, പക്ഷെ ഓൾക്ക് നമ്മളില്ലെങ്കിലും ഈസി ആയിട്ട് ജീവിക്കുക. പിന്നെ ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഓലൊരു പ്രാവശ്യം മാറാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താങ്ങാൻ പറ്റില്ലടാ. അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇനിയും ആശുറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓനും കൂടി വരുന്നുമില്ല, ഇനി അങ്ങോട്ട് പോകുന്നുമില്ല. ഒരു പ്രശ്നമില്ലമ്മ. ഞാൻ എന്റെ ലൈഫിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തതാ. ഇനി ഓക്കെ അല്ലേ മോളെ? ഞാൻ ഓക്കെയാണ്. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, നമുക്ക് നമ്മളതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലമ്മ. ഇത് ഞാൻ എന്റെ ലൈഫിൽ എടുത്തൊരു തീരുമാനമാണ്. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് ജീവിക്കുന്നത്. ഈ ഹാപ്പി ആണെങ്കിൽ അത് മതി നമുക്ക്. എന്ത് തീരുമാനം എടുത്താലും എൻ്റെ കൂടെ തന്നെ നമ്മളുണ്ട്.